ഹായ്, അപ്പം ഷാജിദയുടെ ഒരു അപ്ഡേഷനാണ്. ഞാൻ ഈ വിഷയം എടുക്കാതിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേസ് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ വായ്ത്താളം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരും. ഒന്നാമത്തെ കാര്യം, പോലീസ് ഒരു എൻക്വയറിക്ക് വേണ്ടി വിളിപ്പിക്കുമ്പോൾ അവർ പറയും നിങ്ങളും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് കേസുകൾ കൊടുക്കുന്ന വിഷയങ്ങളാവുമ്പോൾ ഞാൻ മൗനം പാലിക്കുന്നതിൻ്റെ റീസൺ അതാണ്. ഇപ്പോൾ ഷെരീഫിൻ്റെ ഒരു ലൈവ് സെക്ഷൻ കാണാനിടയായി. പുള്ളി FIR ഇട്ടിട്ടുണ്ട്. കാരണം വീട്ടിലേക്ക് കയറി ചെന്ന് അയാളെയും മക്കളെയും അയാളുടെ ഭാര്യയെയും അയാളുടെ അച്ഛനെയും ഒക്കെ ചേർത്ത് വെച്ച് വളരെ മോശമായ രീതിയിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ച മാഡമാണ് ഷാജിദ. അപ്പോൾ ഇങ്ങനൊരു വിഷയമുണ്ടാകും. ഇപ്പം നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്കെതിരെ ഇങ്ങനത്തെ കുറേ അലിഗേഷൻസ് ഒക്കെ ഇല്ലാ കഥകളൊക്കെ പറയുന്ന സമയത്ത് അവരെ വീട്ടിൽ പോയി രണ്ട് പൊട്ടിക്കണമെന്ന് എനിക്കും തോന്നാറുണ്ട്. സ്വാഭാവികമാണ്. ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യുന്നിടം വരെ നമ്മൾ അതിന് സ്പേസും കൊടുക്കാറുണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ള ആക്ഷനിലേക്ക് ഇറങ്ങണം. അല്ലാതെ എന്തിനും ഏതിനും വീടുകളിൽ കയറുന്ന പരിപാടിയൊന്നും ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, മൂപ്പനും ഖൈസും തമ്മിലുള്ള യുദ്ധത്തിൽ ഖൈസിൻ്റെ ഇതിലേക്ക് പോയത്. അത് ശരിയല്ലെന്ന് ആളുകൾ പറയുന്നതിൻ്റെ റീസൺ മൂപ്പൻ്റെ ഭാഗത്ത് ന്യായമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ മൂപ്പൻ മറ്റുള്ളവർക്ക് വേണ്ടി പോയതുകൊണ്ടാണ്. ഇപ്പം ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പൻ പോകാൻ പാടില്ല, നശിപ്പിച്ച പെണ്ണുങ്ങൾ പോകണമായിരുന്നു. അത് ന്യായമായ കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഭർത്താവ് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു സ്ത്രീക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്ന ലെവൽ അല്ല പുള്ളിക്കാരത്തേക്ക് ഉണ്ടായിരുന്നത്. പുള്ളിക്കാരത്തിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അയാൾക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. സ്വന്തം ഭർത്താവ് ആത്മഹത്യയാണ് ചെയ്തത്. ഭയങ്കരമായ മോശമായ ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ, ഒരു കൈത്താങ്ങിന് ആളില്ലാത്തതുകൊണ്ടാണല്ലോ ഓരോരുത്തർ കയറി തൂങ്ങിച്ചാവുന്നത്. അതിൻ്റെ കാരണം, നമ്മൾ പാർട്ട്ണർ ഉള്ള ഒരാൾ മരിച്ചാൽ പാർട്ട്ണർ തന്നെയാണ് ഉത്തരവാദി. പാർട്ട്ണർ ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ അമ്മയെ പറയേണ്ടി വരും. കാരണം അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് ആ കുഞ്ഞിനോട് സംസാരിക്കാത്തതുകൊണ്ടാണ് അമ്മമാർക്ക് അങ്ങനെ നഷ്ടം വരുന്നത്. ആകെ മൊത്തത്തിൽ അയാൾ ആത്മഹത്യയാണ് ചെയ്തത്. അപ്പോൾ ആത്മഹത്യ ചെയ്ത ആ മനുഷ്യൻ്റെ ഭാര്യ എന്ന നിലയിൽ കുറച്ച് അച്ചടക്കം ആകാമായിരുന്നു. വിധവയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വരല്ലേ. വിധവകൾ അച്ചടക്കം എന്ന് പറയുന്നതല്ല ഞാൻ പറഞ്ഞു വന്നത്. ആ സ്ത്രീ അതിന് ശേഷം കാണിച്ചൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന ഒരു വോയിസിനെ ബേസ് ചെയ്തിട്ട് എന്നെ അടിക്കാൻ ഇനി ഒന്നുമില്ല. ഞാൻ ഒന്നും മിണ്ടാതെ മൗനമായിരുന്നപ്പോൾ പോലും ഷെഫീന ബീബി എന്ന് പറഞ്ഞാൽ എൻ്റെ നേരേക്ക് പാഞ്ഞൊരു കയറ്റം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം, ആ പൊടി കുട്ടീനെ കൊണ്ടുവരെ, ആ കൊച്ചു മകനെ കൊണ്ടുവരെ അവൾ തെറി വിളിപ്പിക്കുകയാണ്, മോശം പറയിക്കുകയാണ്, ഫോൺ വിളിച്ച് തെറി വിളിക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ മൗനമായി ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഇതിപ്പം ഇവിടെ ഒരു ഗുണ്ടിയില്ലേ, അതുപോലത്തെ ഒരു ഗുണ്ടിയായിട്ടത് മാറും. എണ്ണം പറഞ്ഞ് രണ്ടും കറക്റ്റാണ്, 5 അപ്പോൾ അതുകൊണ്ടാണ്. മാത്രമല്ല, ഞാൻ അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ചാലും മുത്തു അവരുടെ ബന്ധുവാണ്. ആ പയ്യൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ആ നാട്ടുകാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഒത്തിരി പേര് മെസ്സേജ് ഇട്ടു. ഇതെല്ലാം കൂടെ വെച്ചപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയിട്ടാണ്. പിന്നെ പിന്നോട്ട് പിടിച്ചതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ 5 മക്കൾ. എനിക്ക് പിന്നീടാണ് കുറേയധികം പേരുടെ അഡ്വൈസ് വന്നത്, ഇവൾ ഇല്ലാണ്ടായാൽ, അവളുടെ വാപ്പ ഇല്ലാണ്ടായപ്പോൾ, ആ കുട്ടികളുടെ വാപ്പ ഇല്ലാണ്ടായപ്പോൾ ആ കുട്ടികൾ ജീവിച്ചില്ലേ, അതുപോലെ അവളില്ലാണ്ടായ അവൾക്ക് ആ കുട്ടികൾക്ക് ആളുണ്ടാവും, ഇവളാണ് കുഴപ്പം, ഇവളുടെ കൂടെ വളർന്നാൽ ആ കുഞ്ഞുങ്ങൾ ഗുണ്ടകളെ ആവുകയുള്ളൂ എന്ന ഒരു കുറേ പേരുടെ അഭിപ്രായങ്ങളാണ്. ഇപ്പം നമുക്ക് അഭിപ്രായങ്ങൾ പറയാമല്ലോ. അപ്പോൾ അതിലുള്ള ഒരു അഭിപ്രായമാണ് ഞാനും പറഞ്ഞത്. ഷെരീഫിൻ്റെ വിഷയത്തിൽ ഷെരീഫ് കേസ് കൊടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു. തീർച്ചയായിട്ടും കൊടുക്കണം. കേസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായി ചെയ്യേണ്ട ഒരു കാര്യം. കാരണം വീട്ടിലേക്ക് വരുന്നതല്ല, ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് അവൾക്ക് പറയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നോക്കൂ, എന്നെ ശല്യം ചെയ്യുന്നുണ്ട്, എന്നെ പറ്റി മോശം പറയുന്നുണ്ട്, എനിക്കിത് തീരെ നിവർത്തിയില്ല, എനിക്ക് സ്വസ്ഥത വേണം. അത് ആ വീട്ടിൽ കുടുംബക്കാരോട് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം അവനാണ് ഷെരീഫാണ് തെറ്റുകാരനെങ്കിൽ തീർച്ചയായിട്ടും ഷെരീഫിൻ്റെ ഉമ്മായും വാപ്പായും അതിനകത്ത് ഇടപെട്ടിട്ട് ഇനി മേലിൽ അത് ചെയ്യാതിരിക്കാനുള്ള വകുപ്പാക്കി കൊടുക്കും. അവൾ അതല്ല ചെയ്തത്. അവൾ അവിടെ കിടന്ന് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഓർത്തോണം, ആ ഉമ്മയോ ഭാര്യയോ ആരും തന്നെ അവളെ മോശം പറയുന്നില്ല, തിരിച്ചടിക്കുന്നില്ല. അപ്പോൾ അവൾക്ക് കംഫർട്ടായിട്ടിരുന്ന് സംസാരിച്ച് തീർക്കാമായിരുന്നു. അതിന് പകരം വീട്ടിൽ കയറി തല്ലുക എന്നൊരു പ്രവണതയും കൊണ്ടാണ് പോയത്. അതൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പം നമുക്കെതിരെ ഒരാൾ വീഡിയോ ഇടുന്നു, നമ്മളെപ്പറ്റി മോശം പറയുന്നുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. സ്റ്റേഷനിൽ കേസ് കൊടുക്കുക. അത് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് വീട്ടിലേക്ക് വന്ന് മാസ് കാണിക്കാൻ വന്നതാണ്. ഇവിടെ കുറേ വൃത്തികെട്ട ഗുണ്ട ടീമുകളുണ്ട്. ഇവരെയൊക്കെയാണ് ആ പെണ്ണ് ഫോളോ ചെയ്യുന്നത്. അവരൊക്കെ കാണിക്കുന്ന മാസാണ് എന്നുള്ളത് തെറ്റിദ്ധരിച്ചിട്ടാണ്. ഈ മാസ് കാണിക്കുന്നവളുമാർക്കൊക്കെ 60-70 കേസുണ്ട്. അതറിയാതെയാണ് ഈ പെണ്ണ് പോയി ചാടി കൊടുക്കുന്നത്. ഈ കേസുകൾ ഒരു കേസ് 2 കേസ് വന്ന് പിന്നെ 3 കേസ് വന്നാൽ പിന്നെ വലിയ പുളിയൊന്നും ഉണ്ടാകത്തില്ല. ജയിലിൽ കിടന്നും മോശം പറഞ്ഞും ആളുകളെ കായിൽ നിന്ന് തെറി കേട്ടും ഒക്കെ ശീലം വരുമ്പോഴത്തേക്ക് പിന്നെ അത് വലിയ കാര്യമാവത്തില്ല. അതാണ് ഇവിടുത്തെ ഏറ്റുമാനൂർ ഒരു ബോട്ട് പടക്കം കാണിക്കുന്നത്. അപ്പോൾ ഈ ബോട്ട് പടക്കത്തിനെയാണ് ഫോളോ ചെയ്യുന്ന പുള്ളിക്കാരത്തി. പടക്കം കാണിക്കുന്ന അതേ സാധനം, അതേ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടികളെ കാണിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് സിമ്പതി എടുക്കുക എന്നുള്ളത്.
വീട്ടിൽ നിന്ന് മാറിയ സാഹചര്യത്തിൽ മാറാൻ തീരുമാനിക്കുന്നതിന് ആരുടെയും ബ്രെയിൻ വാഷാണ്. അവിടത്തേക്ക് ആൾക്ക് വരാനൊക്കത്തില്ല, ഒരാൾക്കും അവളെ കാണാൻ അവിടെ വരാൻ ഒക്കത്തില്ല. അയൽവക്കക്കാരുമായിട്ടും ബന്ധുക്കളുമായിട്ടൊക്കെ തന്നെ തകരാറാണ്, എല്ലാവരുമായിട്ട് യുദ്ധമാണ്. അവിടേക്ക് ആര് വന്നാലും അവർക്ക് അറിയാൻ പറ്റും. ഉമ്മ അങ്ങ് മാറിക്കൊടുത്തു. ഉമ്മ നമ്മളോട് സംസാരിക്കാൻ തയ്യാറല്ല, പക്ഷെ എന്നാൽ പോലും മറ്റുള്ളവർ കൈസിൻ്റെ ചാനലിൽ പോയതിന് കൈസും കേട്ടു. എന്നാലും ആ ഉമ്മ മാറിക്കൊടുത്തത് ഒരു വലിയ കാര്യമാണ്. കാരണം മകൾ ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ എന്നായിരുന്നു. പക്ഷേ ആ വീട് പോരാതെ അവളെ അവിടുന്ന് സ്ക്രൂ വെച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോൾ എങ്ങുമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു വീട്ടിൽ താമസത്തിന് കൊടുത്തിരിക്കുന്നു. ആ വീട്ടിലെന്തോ പ്രേതബാധയോ എങ്ങാണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും താമസിക്കാത്തൊരു വീട്ടിലേക്കാണ് അവൾ ആദ്യം പോയി കയറിയത്. ആ വീട് ഇപ്പോൾ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരുന്നു. രണ്ടാമതൊരു വീട്ടിലാണ് ഇപ്പോൾ താമസമെന്ന് അറിയുന്നു. ഇത് ഒക്കെ വരുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഉമ്മയുമായി കോംപ്രമൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ഈ കുട്ടികൾക്കൊരു സെക്യൂരിറ്റി ഉണ്ടാവില്ലേ? കുറച്ച് പണം കയ്യിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അതും റോങ് കൂട്ടുകെട്ട്. നല്ല കൂട്ടുകാരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഉപദേശിച്ചു കൊടുക്കും. പെറ്റ തള്ളയെ പറ്റി വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പബ്ലിക്കിൽ പറയുകയും അവരുടെ ഡാൻസ് കളിക്കുന്ന, തുണിയില്ലാതെ ഡാൻസ് കളിക്കുന്ന ചിത്രമൊക്കെ കൊണ്ടിടുകയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ നമ്മൾ വളരെ പേഴ്സണലായി സംസാരിച്ച അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയ ആ കാര്യങ്ങൾ പെറ്റുമ്മയുടെ നഗ്ന ചിത്രമാണ് ഈ പബ്ലിഷ് ചെയ്യുന്നൊരു ബോധം വേണ്ടേ? മുത്തുവിൻ്റെ വീട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ട്, അയൽവക്കക്കാർ കേസ് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി പേര് വീട്ടിൽ കയറി ഉപദ്രവിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു വളരുന്ന ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. കുട്ടികളൊട്ടും സെക്യൂർ അല്ല. ഞാനും അത് തന്നെയാണ് അവർക്കെതിരെ ചൈൽഡ് ലൈനിൽ കേസ് കൊടുക്കാൻ കാരണം. ഇപ്പോൾ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. ഞാൻ ഒന്നും മിണ്ടാനും പോയില്ല. ഞാൻ പോയി മെസ്സേജ് ഇട്ട് സ്മൈലി ഇട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി മിണ്ടുന്നില്ല. അതിൻ്റെ റീസൺ പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി, ഇനി കൂടുതൽ ചൊറിഞ്ഞ മാന്തിക്ക് പറിച്ചെടുക്കുന്ന ലെവലിലാണ് ഉള്ളതെന്ന്. കാരണം ആ കുഞ്ഞിനെ കൊണ്ടാണ് പറയിക്കുന്നത്, എൻ്റെ കുട്ടികളൊന്ന് വളരട്ടെ, എനിക്ക് കുറേ പേരെ തല്ലാനുണ്ട്. ഇതൊക്കെ എന്ത് തരം സ്റ്റേറ്റ്മെൻറ്റാണ്? പള്ളിയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും മതപരമായ രീതിയിലുള്ള ആൾക്കാരോ അവളടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് പറയിക്കാം. പക്ഷെ ഇവളിത് ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കാരപ്പായും തലയിൽ തട്ടവും ഒക്കെ എന്നതിനപ്പുറം പുള്ളിക്കാരത്തേക്ക് വലിയ ദീനീബോധമോ പള്ളിയോ പട്ടത്തിനെയോ ഉസ്താദിനെയോ ഒന്നും മതിക്കുന്ന ഒരു സ്ത്രീയല്ല. അപ്പം തീർച്ചയായിട്ടും ആളുകൾ അവിടെയുള്ളവർക്ക് അവളെ അത് മാറ്റി പറഞ്ഞു കൊടുക്കാനോ തിരുത്താനോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. നമ്മളിത് അതായത് നമ്മൾ നിഷ്പക്ഷമായി കണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി ആ കുഞ്ഞുങ്ങളിലൂടെ നമുക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. ഇപ്പം തന്നെ കണ്ടിട്ടില്ലേ, പലയിടങ്ങളിലും ഈ കുട്ടികൾ ഡ്രഗ്സ് വിൽക്കുന്നു, ഇതിന് പോകുന്നു, തല്ലാൻ പിടിക്കാനും ഒക്കെ പോകുന്നു, പ്രേമം, ഇത്തരം കാര്യങ്ങളിലൊക്കെ പോയി പെടുന്നത് വീട്ടിലെ ഇൻസെക്യൂരിറ്റിയാണ്. ഇപ്പോൾ കൊച്ചു പ്രായത്തിലുള്ള കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അത് വീട്ടിലെ ഇൻസെക്യൂരിറ്റി തന്നെയാണ്. നമ്മൾ കുട്ടികളുമായി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അവരുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്ത് കൊടുക്കാൻ എല്ലാ സപ്പോർട്ടും ചെയ്യുമെന്ന് ഷുവർട്ടി കൊടുത്താൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിന് പോകത്തില്ല എന്നുള്ളതാണ് വസ്തുത. എന്ത് സാധനമാണെങ്കിലും. അപ്പോൾ ആ മൂത്ത കുട്ടിയെ നോക്ക്, ഒരുത്തിയായിട്ട് ചാറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വിളിച്ച് പറയുകയാണ് നാട്ടുകാരുടെ അടുത്ത്. നീ തീർക്കേണ്ട നിൻ്റെ പ്രശ്ന പരിഹാരത്തിന് നീ നാട്ടിൽ പറഞ്ഞാൽ ആ കുട്ടി ഇപ്പോൾ സഹിക്കും, ഇച്ചിരി കഴിഞ്ഞ് തിരിഞ്ഞു മാറി ഇവർക്ക് എന്നെ കുത്തു കൊടുക്കൂലേ? അങ്ങനെ ഒന്നും മിണ്ടാനൊക്കത്തില്ല. നമ്മൾ നല്ലത് പറഞ്ഞാലും വന്ന് തെറി പറയും, മോശം പറഞ്ഞാലും തെറി പറയും, എന്ത് ചെയ്താലും വന്ന് തെറി പറയും. അവളെ പേരെവിടെയെങ്കിലും കണ്ടാൽ അവൾക്കങ്ങ് ഹാലിളവുകയാണ്, പിന്നെ അങ്ങോട്ട് തെറി പറയുക എന്നാണ് അവളുടെ ഒരു ഭാഗം. ഓർത്ത് നോക്കിപ്പം ഷെരീഫ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നവനാണ്. അവൻ വന്നു, അവൻ്റെ ഭാര്യയുടെ മുൻപിൽ അങ്ങനെ എത്രയും മോശം പറഞ്ഞു. ഭാര്യയുടെ കുടുംബക്കാർ വെറുതെ വിടുമോ? അവരും പറയും. അങ്ങനെ തുടങ്ങി സർവത്ര ആളുകൾക്കിടയിൽ അവൻ അപമാനിതനായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് പുള്ളി കേസുമായിട്ട് മുൻപോട്ട് പോയിട്ടുണ്ട്. പിന്നെ 3-4 FIR ഇടേണ്ടി വരും. കാരണം പരാതിക്കാർ 3-4 പേരാണ്. ഒന്ന് ആ വീട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് അവൻ്റെ വാപ്പാണ്. അവൻ്റെ വാപ്പായുടെ വീട്ടിലേക്ക് അങ്ങനെ അതിക്രമിച്ച് കടന്നിട്ട് അയാൾക്ക് കേസ് കൊടുക്കും. അതിക്രമിച്ച് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തു നിന്ന് കുരച്ചതല്ല, നേരെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഭവനവേദനമാണ്. അത്രയും റോങ് ആയിട്ട് അമ്മാവനെയും മരുമകളെയും ചേർത്ത് പറഞ്ഞു. ഈ ഷെരീഫിൻ്റെ ഭാര്യയെയും ഷെരീഫിൻ്റെ വാപ്പായും ചേർത്ത് മോശം പറഞ്ഞു. അവരുടെ ഉമ്മായെ പറഞ്ഞു. പിന്നെ ഭാര്യയ്ക്ക് പരാതിയുണ്ട്. കൊച്ചു മക്കളെയും കൊണ്ട് നിൽക്കുന്നിടത്ത് നീ അവരെയും കൊണ്ട് ബിസിനസ്സാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നിടത്ത് ആ കുട്ടികൾക്കൊരു റൈറ്റ്സ് ഉണ്ട്. ഇവിടെ 5 മക്കൾക്ക് മാത്രമല്ല, അവർക്കുണ്ടല്ലോ റൈറ്റ്സ്. അപ്പോൾ അവരും അതേപോലെ കേസിന് പോയിട്ടുണ്ട്. ഷെരീഫിനെയും തെറി വിളിച്ചിട്ടുണ്ട്. ഇത്രയും 3 കേസ് വിടുന്നു. അപ്പുറത്തൊന്നും ഉണ്ടാകും തീർച്ചയായിട്ടും. ഷെരീഫ് അപമാനിച്ചു എന്നുള്ളൊരു മാനനഷ്ട കേസേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് അവൾക്ക് കൊടുക്കാൻ പറ്റും. മറ്റേത് ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അത് കൗണ്ടർ പെറ്റീഷനായിട്ട് എടുത്ത് കളയുകയും ചെയ്യും. കാരണം ക്രൈം കൂടുതൽ ചെയ്തിരിക്കുന്നത് ഷാജിദയാണ്. നമുക്ക് സിമ്പതിയൊക്കെ തോന്നും. കാരണം 5 കുട്ടികളെയും കൊണ്ട് ജീവിക്കാൻ പെടാപ്പാട് പെടുന്ന ഒരു സ്ത്രീ കണക്ക് പുസ്തകമൊക്കെ എടുത്ത് കാണിക്കുക. എനിക്കും അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ നോക്കുക അവളുടെ ജീവിക്കാൻ പെടാപ്പാട് പെടുന്നവളുടെ ഒരു അവസ്ഥയാണ് അത് എന്ന്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ ജീവിക്കാൻ കഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ അവമാനിച്ചുകൊണ്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്.
നിങ്ങളുടെ മാനേഴ്സിൽ പോകും, ആരും നിങ്ങളെ തല്ലാനും കൊല്ലാനും വരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവരും തോപ്പിക്കണം, എല്ലാവരും നിന്ന് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കണം. എന്തൊക്കെ കളവുകളാണ് പറഞ്ഞു കൂട്ടണത്, എന്തൊക്കെ രീതിയിലാണ് മിസ്ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ മറുപടി ഉണ്ടാകത്തില്ലേ? ഇപ്പുറത്ത് നിൽക്കുന്നവർക്കും ചാനലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരും അതിന് റെസ്പോണ്ട് ചെയ്യുന്ന വിധം മറ്റൊരു രീതിയിലായിരിക്കത്തില്ലേ? ലൈവ് ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്നറിയാമോ? ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ ലൈവ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ മോശം പേര് കേട്ടത് ലൈവ് സെക്ഷനിൽ കൂടെയാണ്. കാരണം ഈ ലൈവ് ഇടുമ്പോൾ വന്ന് കുറേ പേര് കമൻസ് ഇടും, നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കും, ആ പ്രതികരണം മാത്രം കട്ട് ചെയ്ത് കൊണ്ടുപോകും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ തന്നെ എത്ര വീഡിയോ അപ്പോൾ എൻ്റെ ടൈം ലൈനിൽ കിടക്കുന്നുണ്ടെന്നോ, എനിക്കത് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നറിയാമോ? അപ്പോൾ ഓരോരുത്തരും ഒന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിതെടുത്ത് വെച്ച് പറയേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനും എൻ്റേതായ വഴിയിൽ പോവുക തന്നെ ചെയ്യും. കുറച്ചൊക്കെ മര്യാദയാവാം. നിൻ്റെത് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ്, നിനക്ക് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിയാക്ഷൻ വീഡിയോ അല്ല. മാത്രവുമല്ല, നിൻ്റെ ചാനലിൽ നിൻ്റെ മക്കളും നീയുമായിട്ടുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടിട്ട് ബാക്കിയുള്ളവരടുത്ത് പ്രതികാരം ചെയ്യാമെന്ന് തെറ്റിദ്ധരിച്ചാൽ അതിന് മറുപടി ഉണ്ടാകും എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ആ ചാനൽ ബ്ലോക്ക് ആക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ സ്പെഷ്യലി കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്ത കണക്ക് ഇത് ബ്ലോക്ക് ആക്കണം. കുട്ടികളെ കൊണ്ടുവന്ന് അപ്പോൾ അടിച്ചു കളയണം. അങ്ങനെ ഒരു ഈ FIR വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ വെച്ച് ആണ് ഇവരിതൊക്കെ കൊണ്ടു നടക്കുന്നതെങ്കിൽ ആ കുട്ടികളുടെ പേർക്ക് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ആ പെറ്റീഷൻ നമ്മൾ യൂട്യൂബിന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ടേക്ക് ആക്ഷൻ, സിവിയർ ആക്ഷൻ എടുക്കും. ഇവളുടെ പേർക്ക് തന്നെ ഇനി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അത്രയും തക്കവണ്ണമുള്ള സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. ബേസിക്കലി എനിക്ക് അവളുടെ ചാനൽ അടിച്ചു കളയുന്നതിനോട് വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷേ ഈ കുട്ടികളെ വെച്ചിട്ടുള്ള അവളുടെ സർക്കസ് പൂർണ്ണമായി ഒഴിവാക്കണം. അവൾക്ക്, ഞാൻ എപ്പോഴും പറയുന്നു, അവൾക്ക് നല്ലപോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തിനാണ് ഇതെന്തിനാണ് ഇത് റിയാക്ഷൻ വീഡിയോ? ഇപ്പം നമ്മൾ ഇത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ യൂട്യൂബിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില അബ്യൂസീവ് കണ്ടൻസ് എനിക്ക് ഉപയോഗിക്കേണ്ടി വരും, വേർഡ്സ് ഉപയോഗിക്കേണ്ടി വരും, ആൻഡ് ഹാഷ് ആയിരിക്കും. ആൻഡ് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നാളെ ഈ റീസൺ മുഴുക്ക അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം വരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പല ഇടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്സ് ഓവർ വരുമ്പോൾ ഞാൻ സെക്യൂറായി നിൽക്കുന്നത്. ഇത് അവളും അങ്ങനെ ആയിരിക്കും, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് മാത്രമേ പാടുള്ളൂ. അതിനകത്ത് ഈ തെറിവിളി എങ്ങനെ ആഡായി? അപ്പോൾ അതിന് ആരും ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വസ്തുത. ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആ പേപ്പർ FIR ബാക്കി ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കിട്ടിയാൽ അത് വെച്ച് ഫോർവേഡ് ചെയ്യും. ഇപ്പോഴും പറയുന്നു, മൗനമായി പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അവളെ വാട്ടിന് പോട്ടെ എന്നുള്ളതാണ്. പക്ഷേ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ചെയ്യുന്നത് മാത്രം ആളുകൾ മറക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്തൊന്ന് കുറേ പേര് ഉപദേശങ്ങളാണ്. നിങ്ങൾ അവളുടെ ചാനലിൽ പോയി നോക്കും, എന്തൊക്കെയാണ് അവൾ എഴുതിയിട്ടിരിക്കുന്നത്. എനിക്ക് എത്ര കല്യാണം, 3 ഭർത്താവ് 3 കുട്ടികൾ. എൻ്റെ കയ്യിൽ 3 കുട്ടികൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? 3 ഭർത്താവ് 3 കുട്ടികൾ, ഒരു കുട്ടിയെ ഞാൻ എവിടെ വളർത്താൻ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെ അസംബന്ധമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് അത്രത്തോളം മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മാത്രം മിണ്ടാതിരിക്കുക. ഞാൻ എന്താ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ്? ഞാൻ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയൊന്നുമില്ല, മദർ തെരേസയുടെ കൊച്ചോളുമില്ല. അപ്പോൾ ഞാൻ തിരിച്ച് മറുപടി ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ആക്ഷനാണ് ഷെരീഫിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. എനിക്കൊന്ന് ആ പയ്യൻ്റെ ലീവ് കൊളായി എന്നാണ് തോന്നുന്നത്. ഏതായാലും നന്നായി തന്നെ മുന്നോട്ട് പോട്ടെ. എന്നെ ദുബായിലിരുന്നുകൊണ്ട് ഒരു കൊണാണ്ടർ, ഒരു ഭ്രാന്തൻ, സ്വന്തം പെണ്ണുമ്പിള്ളേരുടെ അടുത്ത് നിന്ന് കൊച്ചുങ്ങളെ പിടിച്ചു പറിച്ചു കൊണ്ട് നടക്കുന്ന ഒരു തേണ്ടി, ഒരു ചേറ്റ, അവൻ ഇരുന്നുകൊണ്ടാണ് അവൾക്ക് സപ്പോർട്ട് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവളെ ഫ്രണ്ട്ഷിപ്പ്, ഇവളെ സുഹൃത്തുക്കളൊക്കെ തന്നെ ക്രിമിനൽസാണ്, ഇവളുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ചെറ്റകളാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ പെണ്ണിങ്ങനെ ആയി പോകത്തില്ല. എന്നാൽ നല്ലവരാരെങ്കിലും സൗഹൃദത്തിന് പിടിച്ചാൽ തന്നെ അത് അടുക്കണ്ടേ, എന്നാലേ പറ്റുള്ളൂ. അപ്പം ഈ വിഷയത്തിലൊരു അപ്ഡേഷൻ തരാൻ വന്നേ ഉള്ളൂ. താങ്ക് യു. ഇതിനെ നീ എന്നെ കടന്ന് തെറിയൊന്നും വിളിക്കല്ലേ. ഞാനും പിന്നെ തെറി വിളി തുടങ്ങേണ്ടി വരും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത് കേട്ടോ. ഒരേ വേവ് ലെങ്ത്താണ്. ഞാൻ പാലക്കാട് വന്നിട്ടില്ല. ഞാൻ വന്നു എന്നും പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേൾക്കണ്ടെന്നുള്ളതാണ് ഞാൻ അങ്ങ് അവോയ്ഡ് ആയത്. നോട്ട് ദ പോയിന്റ്.